ആലപ്പുഴ ടൗണിലൂടെ ടൂ വീലർ ഓടിച്ച് തേരാപ്പാര നടക്കുന്ന സമയത്താണ് വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് രാജാസ് ടീ ഷോപ്പിനെ കുറിച്ചാണ്. പണ്ടൊരിക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സജഷൻ പ്രകാരം ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചിരുന്നു. പഴംപൊരിയും ബീഫും ആയിരുന്നു അന്ന് അവിടെ സ്പെഷ്യൽ. അത് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് ഇന്ന് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ 10 മണിക്ക് ആ ഷോപ്പ് ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ആ ഷോപ്പിനെ എയിം ചെയ്ത് നമ്മൾ അങ്ങോട്ട് പിടിച്ചു. ഇതുപോലെ കനാലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാനായിട്ട് ഭയങ്കര രസമാണ്. ഇതിലെ ഈ കനാലിൽ ക്രോസ് ചെയ്തിട്ട് 3-4 പാലങ്ങളൊക്കെ ഉണ്ട്. അതിൽ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചിലതിൽ ടൂ വീലർ കയറ്റാൻ പറ്റും. വലിയ വണ്ടികൾക്കൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ആലപ്പുഴയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാലിൻ്റെയും കായലിൻ്റെയും തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ സ്വന്തമായിട്ട് ഓരോ ചെറിയ ബോട്ടുകൾ മിക്കവാറും ഉണ്ടായിരിക്കും. അവരതിലാണ് ആലപ്പുഴ ടൗണിലേക്കൊക്കെ വരുന്നത്. വെനീസ് എന്ന രാജ്യത്തുള്ളതുപോലെ തന്നെ ധാരാളം കനാലുകൾ ആലപ്പുഴയിലുള്ളത് കൊണ്ടാവണം വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ ആലപ്പുഴ അറിയപ്പെടുന്നത്. അങ്ങനെ കനാൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ടീ ഷോപ്പിലെത്തി. ചെറിയൊരു കടയാണ് കേട്ടോ. ഈ കായലിൻ്റെ സൈഡിലാണ് ഈ കടയുള്ളത്. നമുക്ക് ടൂ വീലറിലും വരാം, വള്ളത്തിലും വരാം, എങ്ങനെ വേണേലും വരാം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ കടയുടെ അകത്ത് കയറി പൊറോട്ടയും ബീഫും ഒരു ചായയും പറഞ്ഞു. പൊറോട്ടയും ചെറിയ പഫ്നെസ് ഉള്ള പൊറോട്ടയാണ്. ബീഫിലെ പീസുകളൊക്കെ സൂപ്പർ പീസുകൾ, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഞാൻ പോയ ദിവസം അല്പം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. ബാക്കി ഒരു കുഴപ്പമില്ല. ചായയും കുടിച്ചു കായലിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് ഫുഡെല്ലാം കഴിച്ചു തീർത്തു. സൂപ്പറായിരുന്നു.